എല്ലാവർക്കും വാവാച്ചു ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ യൂസ് ഓഫ് ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചിട്ട് പഠിച്ചു. അതായത് ആർട്ടിക്കിൾ പാർട്ട് 2 ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് പാർട്ട് 3, മിഷൻ ഓഫ് ദ ആർട്ടിക്കിൾ. ഞാനും ഈ ആർട്ടിക്കിൾസിന്റെ ക്ലാസ്സുകൾ പാർട്ടുകളായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസിന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടിട്ട് വേണം ആർട്ടിക്കിൾസ് പാർട്ട് 3, അതായത് ഇന്നത്തെ ക്ലാസ് കാണാനായിട്ട്. എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഞാനിപ്പോൾ ഈ ഒമിഷൻ ഓഫ് ദ ആർട്ടിക്കിൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒമിഷൻ ഓഫ് ദ ആർട്ടിക്കിൾ. The article is omitted before names of substances, abstract nouns and uncountable nouns used in a general sense. അതായത് സബ്സ്റ്റൻസുകളുടെ പേരുകളിലും അബ്സ്ട്രാക്ട് നൗണുകളും അൺകൗണ്ടബിൾ നൗണുകളും നമ്മൾ ഒരു ജനറൽ സെൻസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ഒന്നുകൂടി പറയാം. സബ്സ്റ്റൻസസുകളുടെ പേരുകളും അബ്സ്ട്രാക്ട് നൗണുകളും അൺകൗണ്ടബിൾ നൗണുകളും ഒരു ജനറൽ സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ജനറൽ സെൻസ് എന്ന് വെച്ചാൽ കോമൺ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ശ്രദ്ധിക്കുക, ജനറൽ സെൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് ആർട്ടിക്കിൾസ് നമ്മൾ ഉപയോഗിക്കാത്തത്. എക്സാമ്പിൾ, ഷുഗർ ഈസ് ബാഡ് ഫോർ യുവർ ടീത്ത്. നിങ്ങളുടെ ടീത്തിന് ഷുഗർ ബാഡ് ആണ്. അപ്പോൾ ഈ സെന്റൻസിൽ ഷുഗർ എന്ന ഒരു അൺകൗണ്ടബിൾ നൗൺ നമ്മൾ കോമൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു ജനറൽ സെൻസിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചില്ല. ഇനി അടുത്തത്, ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഗോൾഡ് ഒരു പ്രഷ്യസ് മെറ്റൽ ആണ്. ഈ സെന്റൻസിൽ ഗോൾഡ് എന്ന ഒരു അൺകൗണ്ടബിൾ നൗൺ നമ്മൾ കോമൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സെന്റൻസിൽ ഗോൾഡ് എന്ന അൺകൗണ്ടബിൾ നൗണിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിച്ചില്ല. ഇനി അടുത്തത്, വിസ്ഡം ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഹെവൻ. ജ്ഞാനം സ്വർഗത്തിലത്തെ ഒരു ഗിഫ്റ്റ് ആണ്. അതായത് ഈ സെന്റൻസിൽ വിസ്ഡം എന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ നമ്മൾ കോമൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ജനറൽ സെൻസിലാണ് നമ്മൾ ഈ സെന്റൻസിൽ വിസ്ഡം എന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ അബ്സ്ട്രാക്ട് നൗണിന് മുമ്പിൽ, വിസ്ഡം എന്ന അബ്സ്ട്രാക്ട് നൗണിന് മുമ്പിൽ ഈ സെന്റൻസിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇനി അടുത്തത്, ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഹോണസ്റ്റി ഒരു ബെസ്റ്റ് പോളിസിയാണ്. ഈ സെന്റൻസിൽ നമ്മൾ ഹോണസ്റ്റി എന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ നമ്മൾ കോമൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു ജനറൽ സെൻസിലാണ് നമ്മൾ ഈ സെന്റൻസിൽ ഹോണസ്റ്റി എന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസിൽ ഹോണസ്റ്റി എന്ന അബ്സ്ട്രാക്ട് നൗണിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും നമ്മൾ ഉപയോഗിച്ചില്ല. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണിത്. ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. വെർച്യു ഈസ് ഇറ്റ്സ് ഓൺ റിവാർഡ്. നന്മ തന്നെയാണ് അതിൻ്റെ പ്രതിഫലം. ഈ സെന്റൻസിൽ വെർച്യു എന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ നമ്മൾ കോമൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജനറൽ സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സെന്റൻസിൽ വെർച്യു എന്ന ഒരു അബ്സ്ട്രാക്ട് നൗണിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചില്ല. ഇനി അടുത്തത്, അൺകൗണ്ടബിൾ നൗൺസ് ആൻഡ് അബ്സ്ട്രാക്ട് നൗൺസ് ടേക്ക് ദ വെൻ യൂസ്ഡ് ഇൻ എ പർട്ടിക്കുലർ സെൻസ്, especially when qualified by an adjective or adjectival phrase or clause. അതായത് പക്ഷേ അൺകൗണ്ടബിൾ നൗണുകൾക്ക് മുമ്പിലും അബ്സ്ട്രാക്ട് നൗണുകൾക്ക് മുമ്പിലും നമ്മൾ ദാ ഉപയോഗിക്കും. അബ്സ്ട്രാക്ട് നൗണുകളും അൺകൗണ്ടബിൾ നൗണുകളും ഒരു പർട്ടിക്കുലർ സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, എസ്പെഷ്യലി ആ നൗണുകളെ ഒരു അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവൽ ഫ്രേസോ അല്ലെങ്കിൽ ഒരു ക്ലോസോ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദാ ഉപയോഗിക്കും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അവിടെ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടേബിളിൽ കുറച്ച് പഞ്ചസാര ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, വുഡ് യു പാസ് മീ ദ ഷുഗർ? ഈ സെൻറ്റൻസിൽ ഞാൻ ദ ഷുഗർ എന്ന ഒരു അൺകൗണ്ടബിൾ നൗണിന് മുമ്പിൽ ദ ഉപയോഗിച്ചു. എന്തുകൊണ്ട്? ഞാൻ അവിടെ ഒരു പർട്ടിക്കുലർ ഷുഗറിനെയാണ് കാണിക്കുന്നത്. അതായത് ആ ടേബിളിൽ ഇരിക്കണ ആ ഷുഗർ. അപ്പോൾ ഞാൻ അവിടെ ഒരു പർട്ടിക്കുലർ സെൻസിലാണ് അൺകൗണ്ടബിൾ നൗണായ ഷുഗർ ഉപയോഗിച്ചത്. അതുകൊണ്ട് നമ്മൾ ഷുഗർ എന്ന ഈ സെൻറ്റൻസിൽ ഷുഗർ എന്ന അൺകൗണ്ടബിൾ നൗണിന് മുമ്പിൽ ദ ഉപയോഗിച്ചു. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ദ വിസ്ഡം ഓഫ് സോളമൻ ഈസ് ഗ്രേറ്റ്.
ഈ സെന്റൻസിൽ വിസ്ഡം എന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ സെൻസിലാണ്. അതായത് സോളമന്റെ വിസ്ഡം, സോളമൻ എന്ന വ്യക്തിയുടെ വിസ്ഡം. അപ്പൊ നമ്മൾ ആ ആളുടെ ഒരു വിസ്ഡത്തിനെ, ജ്ഞാനത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സെന്റൻസിൽ നമ്മൾ വിസ്ഡം എന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ ഒരു പർട്ടിക്കുലർ സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ സെന്റൻസിൽ സോളമന്റെ വിസ്ഡത്തിനെ ഗ്രേറ്റ് എന്നൊരു അഡ്ജക്റ്റീവ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. സോളമന്റെ വിസ്ഡം ഗ്രേറ്റ് ആണ്. ദ വിസ്ഡം ഓഫ് സോളമൻ ഈസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ഒരു ഗ്രേറ്റ് എന്ന ഒരു അഡ്ജക്റ്റീവ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദാ ഉപയോഗിച്ചു. ഈ സെന്റൻസിൽ വിസ്ഡം എന്ന ഒരു അബ്സ്ട്രാക്ട് നൗണിന് മുമ്പിൽ ദാ ഉപയോഗിച്ചു. ഇനി അടുത്തത്, ബിഫോർ പ്ലൂറൽ കൗണ്ടബിൾ നൗൺസ് യൂസ്ഡ് ഇൻ എ ജനറൽ സെൻസ്. അതായത് പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ഒരു ജനറൽ സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. എക്സാമ്പിൾ, ചിൽഡ്രൻ ലൈക്ക് ചോക്ലേറ്റ്സ്. ചിൽഡ്രൻ എന്നത് ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ആണ്. അതായത് ചിൽഡ്രൻ നമുക്ക് എണ്ണാൻ പറ്റും, കുട്ടികളെ നമുക്ക് എണ്ണാൻ പറ്റും. അപ്പോൾ കുട്ടികൾ, ചിൽഡ്രൻ ഒരു കൗണ്ടബിൾ നൗൺ ആണ്. പിന്നെ പ്ലൂറൽ ആണ്. ചിൽഡ്രൻ, ചൈൽഡ് സിംഗുലർ, പ്ലൂറൽ ചിൽഡ്രൻ. അപ്പോൾ ചിൽഡ്രൻ എന്നത് ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ ചിൽഡ്രൻ ലൈക്ക് ചോക്ലേറ്റ്സ്, ഈ സെന്റൻസിൽ ചിൽഡ്രൻ എന്ന ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗണിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ജനറൽ സെൻസിലാണ്. നമ്മൾ ഈ സെന്റൻസിൽ ചിൽഡ്രൻ എന്ന ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ സെൻസിൽ അല്ല. നമ്മൾ ഈ സെൻറ്റൻസിൽ ചിൽഡ്രൻ എന്ന ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗൺ, അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസിൽ ചിൽഡ്രൻ എന്ന ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ജനറൽ സെൻസിലാണ്. കോമൺ ആയിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ ചിൽഡ്രൻ എന്ന ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ഉപയോഗിച്ചിരിക്കുന്നത്. പൊതുവെ കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്. പൊതുവെ കോമൺ ആയിട്ടാണ് നമ്മൾ ഈ സെന്റൻസിൽ ചിൽഡ്രൻ എന്ന ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചില്ല. ഇനി അടുത്തത്, കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ മെനി ഓഫീസസ്. കമ്പ്യൂട്ടേഴ്സ് ഓഫീസുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഈ സെന്റൻസിൽ കമ്പ്യൂട്ടേഴ്സ് എന്ന ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗൺ നമ്മൾ ഒരു ജനറൽ സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൊതുവെ ഓഫീസസുകളിൽ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഈ സെന്റൻസ് കോമൺ ആയിട്ടാണ് നമ്മൾ ഈ സെന്റൻസിൽ കമ്പ്യൂട്ടേഴ്സ് എന്ന ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സെന്റൻസിൽ. അതുകൊണ്ട് നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സ് എന്ന പ്ലൂറൽ കൗണ്ടബിൾ നൗണിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചില്ല ഈ സെന്റൻസിൽ. ഇനി അടുത്തത്, നോട്ട് ദാറ്റ് സച്ച് നൗൺസ് ടേക്ക് ദ വെൻ യൂസ്ഡ് വിത്ത് എ പർട്ടിക്കുലർ മീനിങ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ മീനിങ്ങിലാണ് ഈ നൗണുകൾ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ഒരു പർട്ടിക്കുലർ മീനിങ്ങിലാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ നൗണിന് മുമ്പിൽ ദ ഉപയോഗിക്കും. എക്സാമ്പിൾ, ഇപ്പോൾ കുറച്ച് കുട്ടികൾ, അപ്പോൾ ആ കുട്ടികളെ നമ്മൾ കണ്ടില്ല, അത് നമ്മുടെ കുട്ടികളാണ്, അപ്പോൾ ആ കുട്ടികളെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും വേർ ആർ ദ ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ അവിടെ ഒരു പർട്ടിക്കുലർ ചിൽഡ്രനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പർട്ടിക്കുലർ ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ്, നമ്മളുടെ കുട്ടികളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചിൽഡ്രൻ എന്നൊരു പ്ലൂറൽ കൗണ്ടബിൾ നൗണ് നമ്മൾ ആ സെന്റൻസിൽ ഉപയോഗിച്ചത് ഒരു പർട്ടിക്കുലർ മീനിങ്ങിലാണ്. അതുകൊണ്ട് നമ്മൾ ആ സെന്റൻസിൽ ചിൽഡ്രൻ എന്ന പ്ലൂറൽ കൗണ്ടബിൾ നൗണിന് മുമ്പിൽ ദ എന്ന ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചു. ഇനി അടുത്തത്, ബിഫോർ മോസ്റ്റ് പ്രോപ്പർ നൗൺസ് എക്സെപ്റ്റ് ദോസ് റിഫേർഡ് ടു ഏർലിയർ, നെയിംലി names of people, example Gopal, Rahim, names of continents, countries, cities, etc. Example Europe, Pakistan, Nagpur. Names of individual mountains, example Mount Everest, individual islands, lakes, hills, etc. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ യൂസ് ഓഫ് ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ പ്രോപ്പർ നൗൺസുകൾക്ക് മുമ്പിലാണ് നമ്മൾ ദ ഉപയോഗിക്കുക, ആർട്ടിക്കിൾ ആയ ദ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദ ഉപയോഗിക്കുക എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോപ്പർ നൗൺസുകൾ അല്ലാതെ ബാക്കിയുള്ള പ്രോപ്പർ നൗൺസുകൾ, അതായത് നെയിം ഓഫ് പീപ്പിളുകളുടെ പേരുകൾക്ക് മുമ്പിൽ, എക്സാമ്പിൾ ഗോപാൽ, രഹീം, പിന്നെ നെയിംസ് ഓഫ് കോണ്ടിനെൻസുകളുടെ പേരുകൾക്ക് മുമ്പിൽ, കൺട്രീസിൻ്റെ പേരുകൾക്ക് മുമ്പിൽ, സിറ്റീസിൻ്റെ പേരുകൾക്ക് മുമ്പിൽ, എക്സാമ്പിൾ യൂറോപ്പ്, പാകിസ്ഥാൻ, നാഗ്പൂർ,
പിന്നെ നെയിംസ് ഓഫ് ഇൻഡിവിജ്വൽ മൗണ്ടെയിൻസിൻ്റെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ മൗണ്ടെയിൻ റേഞ്ചസുകളുടെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇൻഡിവിജ്വൽ മൗണ്ടെയിൻസിൻ്റെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. എക്സാമ്പിൾ ഇൻഡിവിജ്വൽ മൗണ്ടെയിൻസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് മൗണ്ട് എവറസ്റ്റ്. ഇനി അടുത്തത് പിന്നെ ഇൻഡിവിജ്വൽ ഐലൻഡ്സ്, ലേക്സ്, ഹിൽസ്, ഇതിൻ്റെ ഒപ്പവും നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ പ്രോപ്പർ നൗൺസുകൾക്ക് മുമ്പിലാണ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു പ്രോപ്പർ നൗണിന് ഒരു അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ഒരു ഡിഫൈനിങ് അഡ്ജക്റ്റീവൽ ക്ലോസോ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദാ ഉപയോഗിക്കും. ആ ഡെഫിനിറ്റ് ആർട്ടിക്കിളായി ദാ ഉപയോഗിക്കും ഒരു പ്രോപ്പർ നൗണിന് മുമ്പിൽ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് എൻ്റെ കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട്. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി അടുത്തത് ബിഫോർ നെയിംസ് ഓഫ് മീൽസ് യൂസ്ഡ് ഇൻ എ ജനറൽ സെൻസ്. അതായത് മീൽസുകളുടെ പേരുകൾ നമ്മൾ ഒരു ജനറൽ സെൻസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, കോമൺ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. എക്സാമ്പിൾ വാട്ട് ടൈം ഡു യു ഹാവ് ലഞ്ച്. ഈ സെന്റൻസിൽ ലഞ്ച് എന്ന ഒരു മീലിൻ്റെ പേര് നമ്മൾ ഒരു കോമൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ജനറൽ സെൻസിലാണ് നമ്മൾ ഈ സെന്റൻസിൽ ലഞ്ച് എന്ന ഒരു മീലിൻ്റെ പേര് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലഞ്ച് എന്ന ഒരു മീലിൻ്റെ പേരിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇനി അടുത്തത് ഡിന്നർ ഇസ് റെഡി. ഈ സെന്റൻസിൽ നമ്മൾ ഡിന്നർ എന്ന ഒരു മീലിൻ്റെ പേര് ഒരു ജനറൽ സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡിന്നർ എന്ന ഒരു മീലിൻ്റെ പേരിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇനി അടുത്തത് വി യൂസ് എ വെൻ ദർ ഈസ് ആൻ അഡ്ജക്റ്റീവ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എക്സെട്ര. വി യൂസ് ദ വെൻ വി സ്പെസിഫൈ. അതായത് ഇപ്പോൾ ഒരു അഡ്ജക്റ്റീവ് ഈ മീൽസുകളുടെ പേരുകൾക്ക് മുമ്പിൽ ഉണ്ടെങ്കിൽ, മീൽസുകളുടെ പേരുകളുടെ എക്സാമ്പിൾ അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എക്സെട്ര ഈ പേരുകൾക്ക് മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ എ ഉപയോഗിക്കും. വി യൂസ് ദ വെൻ വി സ്പെസിഫൈ. നമ്മൾ ആ മീൽസുകളുടെ പേരുകൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ സെൻസിൽ നമ്മൾ ഈ ഉപയോഗിക്കുമ്പോൾ ഈ മീൽസുകളുടെ പേരുകൾ അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എക്സെട്ര ഇതൊക്കെ നമ്മളുടെ പർട്ടിക്കുലർ സെൻസിൽ അതായത് നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കും. ഇതിനു മുമ്പിൽ ദ ഉപയോഗിക്കും. എക്സാമ്പിൾ ഐ ഹാഡ് എ ലേറ്റ് ലഞ്ച് ടുഡേ. ഈ സെൻറ്റൻസിൽ എനിക്ക് ഇന്നൊരു ലേറ്റ് ആയിട്ടുള്ള ലഞ്ചായിരുന്നു എന്ന് പറഞ്ഞ് ആ ലഞ്ചിൽ നിന്നുള്ള ഒരു മീലിൻ്റെ പേരിനെ ലേറ്റ് എന്നുള്ളൊരു അഡ്ജക്റ്റീവ് ക്വാളിഫൈ ചെയ്യാണ്. ഈ സെൻറ്റൻസിൽ ലഞ്ച് എന്ന ഒരു അഡ്ജക്റ്റീവ് മീലിൻ്റെ പേരിന് മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ എ ഉപയോഗിച്ചു. ഇനി അടുത്തത് ദ ഡിന്നർ വി ഹാഡ് അറ്റ് ദ ടൂറിസ്റ്റ് ഹോട്ടൽ വാസ് വെരി നൈസ്. ഞങ്ങൾക്ക് ആ ടൂറിസ്റ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഡിന്നർ നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഡിന്നർ എന്നൊരു മീലിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ആ ടൂറിസ്റ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഡിന്നർ, അവിടെ ഉണ്ടായിരുന്ന ഡിന്നർ നല്ലതായിരുന്നു, വെരി നൈസ് ആയിരുന്നു. അപ്പോൾ ഈ സെന്റൻസിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ആ ടൂറിസ്റ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഡിന്നർ, അപ്പോൾ നമ്മൾ ഈ സെന്റൻസിൽ ഡിന്നറിന് നമ്മൾ സ്പെസിഫൈ ചെയ്യാണ്. ആ നെയിം ഓഫ് ഒരു മീലിൻ്റെ പേര് നമ്മൾ സ്പെസിഫൈ ചെയ്യാണ്. നമ്മൾ ദാ ഉപയോഗിച്ചു. ഈ പേരിന് മുമ്പിൽ ഡിന്നർ എന്ന മീലിൻ്റെ പേരിന് മുമ്പിൽ ദാ ഉപയോഗിച്ചു. ഇനി അടുത്തത് ബിഫോർ ലാംഗ്വേജസ്. ലാംഗ്വേജസിന് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. എക്സാമ്പിൾ വി ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്നത് ഒരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചില്ല ഈ സെൻറ്റൻസിൽ. ദേ സ്പീക്ക് പഞ്ചാബി അറ്റ് ഹോം. പഞ്ചാബി എന്നത് ഒരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് നമ്മൾ പഞ്ചാബിക്ക് മുമ്പിൽ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചില്ല. ഇനി അടുത്തത് ബിഫോർ സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി, ചർച്ച്, ബെഡ്, ഹോസ്പിറ്റൽ, prison, when these places are visited or used for their primary purpose. അതായത് സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി, ചർച്ച്, ബെഡ്, ഹോസ്പിറ്റൽ, prison ഈ പ്ലേസസ് ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്യണതോ അല്ലെങ്കിൽ യൂസ് ചെയ്യണത് അതിൻ്റെ പ്രൈമറി പർപ്പസിനാണെങ്കിൽ നമ്മൾ ഈ പ്ലേസുകളുടെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ
ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. പ്രൈമറി പർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈമറി നീഡ്. എക്സാമ്പിൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം. അതായത് സ്കൂളിൽ എന്തിനു നമ്മൾ പോണത്? പഠിക്കാൻ. സ്കൂളിൽ പോകുന്നതിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ്? പഠിക്കാനായിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ സ്കൂളിൽ പോകുന്നതിൻ്റെ പ്രൈമറി പർപ്പസ് പഠിക്കാൻ. ചർച്ചിൽ പോകേണ്ട പ്രൈമറി പർപ്പസ് എന്താണ്? പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇങ്ങനെ, അതായത് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണതോ അല്ലെങ്കിൽ യൂസ് ചെയ്യണതോ അതിൻ്റെ പ്രൈമറി പർപ്പസിനാണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ഇപ്പോൾ അത് പ്രൈമറി പർപ്പസ് അല്ലാത്തത്, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടിനെ കാണാനാണ് പോണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കാണാനാണ് പോണെങ്കിൽ സ്കൂളിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രൈമറി പർപ്പസ് അല്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ പോണത് വല്ല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ അത് ഹോസ്പിറ്റലിൻ്റെ പ്രൈമറി പർപ്പസ് അല്ല. ഹോസ്പിറ്റലിൻ്റെ പ്രൈമറി പർപ്പസ് എന്തിട്ടാണ്? ചികിത്സ നേടാനായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക. അതാണ് ഹോസ്പിറ്റലിൻ്റെ പ്രൈമറി പർപ്പസ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ പോണത് വല്ല ഫ്രണ്ടിനെ കാണാനോ അല്ലെങ്കിൽ വല്ല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ അങ്ങനാണെങ്കിൽ നമ്മൾ അത് ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രൈമറി പർപ്പസ് അല്ല. എക്സാമ്പിൾ, ഐ ലേൺ ഫ്രഞ്ച് അറ്റ് സ്കൂൾ. അപ്പോൾ ഞാൻ ഫ്രഞ്ച് സ്കൂളിൽ പഠിച്ചു. അപ്പോൾ ഈ സെന്റൻസിൽ സ്കൂൾ എന്ന ഒരു പ്ലേസ് നമ്മൾ യൂസ് ചെയ്തത് അതിൻ്റെ പ്രൈമറി പർപ്പസിലാണ്. അതായത് സ്കൂളിൽ നമ്മൾ എന്തിനാ പോണത്? പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് സ്കൂളിൽ പഠിച്ചു. ഈ സെന്റൻസിൽ സ്കൂൾ ഉപയോഗിച്ചത് അതിൻ്റെ പ്രൈമറി പർപ്പസിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ സെന്റൻസിൽ നമ്മൾ സ്കൂൾ എന്ന പ്ലേസിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിച്ചില്ല. ഇനി അടുത്തത്, വി ഗോ ടു ചർച്ച് ഓൺ സൺഡേസ്. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. നമ്മൾ എങ്ങനെ ചർച്ചിൽ പോണത്? പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഈ സെന്റൻസിൽ ചർച്ച് നമ്മൾ ഉപയോഗിച്ചത് അതിൻ്റെ പ്രൈമറി പർപ്പസിനാണ്, യൂസ് ചെയ്തത് അതിൻ്റെ പ്രൈമറി പർപ്പസിനാണ്. അതുകൊണ്ട് നമ്മൾ ഈ സെന്റൻസിൽ ചർച്ചിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇനി അടുത്തത്, ഹി സ്റ്റേസ് ഇൻ ബെഡ് ടിൽ 9 എവറി മോർണിംഗ്. നമ്മൾ എന്തിനാ ബെഡിൽ പോണത്? ഉറങ്ങാനായിട്ട്. അപ്പോൾ ഈ സെന്റൻസിൽ ബെഡ് നമ്മൾ അതിൻ്റെ പ്രൈമറി പർപ്പസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഉറങ്ങാൻ. അവൻ 9 മണി വരെ ബെഡിലായിരിക്കും, ഉറങ്ങും. അപ്പോൾ ഈ സെന്റൻസിൽ ബെഡ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രൈമറി പർപ്പസിനാണ്. അതുകൊണ്ട് നമ്മൾ ബെഡിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചില്ല. ഇനി അടുത്തത്, മൈ അങ്കിൾ ഈസ് സ്റ്റിൽ ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ സെന്റൻസിൽ അങ്കിൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പം ഈ സെന്റൻസിൽ ഹോസ്പിറ്റൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രൈമറി പർപ്പസിനാണ്. അങ്കിൾ എന്തോ ചികിത്സ നേടാനായിട്ട്, നമുക്ക് ഈ സെന്റൻസിൽ തന്നെ മനസ്സിലാക്കാം, അങ്കിൾ വല്ല ചികിത്സ നേടാനായിരിക്കും ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഈ സെന്റൻസിൽ ഹോസ്പിറ്റൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രൈമറി പർപ്പസിലാണ്, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രൈമറി പർപ്പസിനാണ്. അതുകൊണ്ട് നമ്മൾ ആ ഹോസ്പിറ്റലിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിച്ചില്ല. അടുത്തത് നേരത്തെ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ്. ദ ഈസ് യൂസ്ഡ് വിത്ത് ദീസ് വേർഡ്സ് when we refer to them as a definite place, building or object rather than to the normal activity that goes on there. അതായത് these words എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി, ഹോസ്പിറ്റൽ, പ്രിസൺ, ചർച്ച്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ കുറച്ച് വാക്കുകൾ. ആ വാക്കുകളെയാണ് these words എന്ന് ഈ സെന്റൻസിൽ പറയുന്നത്. ഞാൻ പറഞ്ഞു അതിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന്, നേരത്തെ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന്. അപ്പോൾ ഈ വാക്കുകളുടെ മുമ്പിൽ നമ്മൾ ദാ ഉപയോഗിക്കുന്നത് ഈ വാക്കുകളെല്ലാനും നമ്മൾ ഒരു ഡെഫിനിറ്റ് പ്ലേസോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ ആയിട്ട് റിഫർ ചെയ്യുമ്പോഴാണ്. അവിടെ നടക്കണ ഒരു നോർമൽ ആക്ടിവിറ്റി അല്ലാതെ, അതായത് അതിൻ്റെ പ്രൈമറി പർപ്പസിനല്ലാതെ നമ്മൾ ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രൈമറി പർപ്പസിനല്ലാതെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു നോർമൽ ആക്ടിവിറ്റിനെ കുറിച്ചിട്ടല്ലാതെ ഒരു ഡെഫിനിറ്റ് പ്ലേസോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഈ വാക്കുകളെ റിഫർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ വാക്കുകൾക്ക് മുമ്പിൽ ദാ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടിയും പറയാം, ഈ വാക്കുകളുടെ മുമ്പിൽ നമ്മൾ ദാ ഉപയോഗിക്കുന്നത് ഈ വാക്കുകളെല്ലാനും നമ്മൾ ഒരു ഡെഫിനിറ്റ് പ്ലേസോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ റിഫർ ചെയ്യുമ്പോഴാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രൈമറി പർപ്പസിനല്ലാതെ അവിടെ നടക്കുന്ന നോർമൽ ആക്ടിവിറ്റീനെ
കുറിച്ചിട്ടല്ലാതെ നമ്മൾ ഈ വാക്കുകളെല്ലാനും ഒരു ഡെഫിനിറ്റ് പ്ലേസോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് റിഫർ ചെയ്യുമ്പോൾ ഈ വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കും. ഇനി എക്സാമ്പിൾ, ദ സ്കൂൾ ഈസ് വെരി നിയർ മൈ ഹോം. ഈ സെന്റൻസിൽ സ്കൂൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ സ്കൂളിൽ നടക്കുന്ന നോർമൽ ആക്ടിവിറ്റീനെ കുറിച്ചിട്ടല്ല നമ്മൾ ഈ സെന്റൻസിൽ പറയുന്നത്. അല്ലെങ്കിൽ സ്കൂള് ഉപയോഗിക്കുന്നത് അതിന്റെ പ്രൈമറി പർപ്പസിനായിട്ടല്ല ഈ സെന്റൻസിൽ നമ്മൾ സ്കൂൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സെന്റൻസിൽ സ്കൂൾ നമ്മളൊരു ബിൽഡിംഗ് ആയിട്ടാണ് റിഫർ ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള സ്കൂള്, അപ്പോൾ അവിടെ ഉള്ള ഒരു ബിൽഡിംഗ് ആയിട്ടാണ് നമ്മൾ ഈ സെന്റൻസിൽ സ്കൂള് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചു, നമ്മൾ ഈ വാക്കുകളെല്ലാനും ഒരു പ്ലേസോ അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്ലേസോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് റിഫർ ചെയ്യുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കുമെന്ന്. അതുകൊണ്ട് നമ്മൾ സ്കൂളിന് മുമ്പിൽ ദ ഉപയോഗിച്ചു. ഇനി അടുത്തത്, ഐ മെറ്റ് ഹിം അറ്റ് ദ ചർച്ച്. ഈ സെന്റൻസിൽ നമ്മൾ ചർച്ച് ഉപയോഗിച്ചത് അതിന്റെ പ്രൈമറി പർപ്പസിനായിട്ടല്ല, അല്ലെങ്കിൽ അവിടെ ചർച്ച് നടക്കുന്ന ഒരു നോർമൽ ആക്ടിവിറ്റീനെ കുറിച്ചിട്ടല്ല. ഈ സെന്റൻസിൽ നമ്മൾ പറയുന്നത് ഞാൻ അവനെ ചർച്ചിൽ വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ അവനെ കണ്ട ഒരു പ്ലേസ് ആയിട്ടാണ് നമ്മൾ ഈ സെന്റൻസിൽ ചർച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദ ഉപയോഗിച്ചു, ചർച്ചിന് മുമ്പിൽ ദ ഉപയോഗിച്ചു. ഇനി അടുത്തത്, ദ ബെഡ് ഈസ് ബ്രോക്കൺ. ഈ സെന്റൻസിൽ ബെഡ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ പ്രൈമറി പർപ്പസിനായിട്ടല്ല. അതുകൊണ്ട് നമ്മൾ അതിന് മുമ്പിൽ ബെഡിന് മുമ്പിൽ ദ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ. ഈ സെന്റൻസിൽ ഹോസ്പിറ്റൽ നമ്മൾ ഉപയോഗിച്ചത് അതിന്റെ പ്രൈമറി പർപ്പസിനായിട്ടല്ല, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരു നോർമൽ ആക്ടിവിറ്റീനെ റിഫർ ചെയ്യാനുമല്ല ഈ സെന്റൻസിൽ നമ്മൾ ഹോസ്പിറ്റൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സെന്റൻസിൽ ഹോസ്പിറ്റൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഡെഫിനിറ്റ് പ്ലേസോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ റിഫർ ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ സെന്റൻസിൽ ഹോസ്പിറ്റലിന് മുമ്പിൽ ദ ഉപയോഗിച്ചു. ഇനി അടുത്തത്, ബിഫോർ നെയിംസ് ഓഫ് റിലേഷൻസ് ലൈക്ക് ഫാദർ, മദർ, aunt, uncle ആൻഡ് ഓൾസോ കുക്ക് ആൻഡ് nurse, മീനിങ് our cook, our nurse. അതായത് റിലേഷൻസുകളുടെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. അതായത് ഫാദർ, മദർ, aunt, uncle അതൊക്കെ റിലേഷൻസുകളുടെ പേരുകളാണ്. അതുകൊണ്ട് നമ്മൾ അതിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. പിന്നെ കുക്ക്, നേഴ്സ് ഈ വാക്കുകൾക്കൊപ്പം നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. അതായത് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് അവർ കുക്ക്, അവർ നേഴ്സ് എന്ന ഒരു മീനിങ്ങിലാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. കുക്ക്, നേഴ്സ് ഈ വാക്കുകൾക്കൊപ്പം നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാത്തത് ഈ വാക്കുകൾ ഒരു സെന്റൻസിൽ ഉപയോഗിക്കുന്നത് അവർ കുക്ക്, നമ്മുടെ നേഴ്സ് എന്നൊരു മീനിങ്ങിലാണെങ്കിൽ മാത്രമാണ് ഈ വാക്കുകൾക്കൊപ്പം, അതായത് കുക്ക്, നേഴ്സ് ഈ വാക്കുകൾക്കൊപ്പം നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാത്തത്. അടുത്തത്, ഫാദർ ഹാസ് റിട്ടേൺഡ്. ഫാദർ എന്നുള്ളത് ഒരു റിലേഷന്റെ പേരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെന്റൻസിൽ ഫാദറിന് മുമ്പിൽ ആർട്ടിക്കിൾ ഒന്നും ഉപയോഗിക്കാത്തത്. ആൻഡ് വാണ്ട്സ് യു ടു സീ ഹർ. അപ്പോൾ ഈ സെന്റൻസിലും ആണ്ട് എന്നുള്ളത് ഒരു റിലേഷന്റെ പേരാണ്. അതുകൊണ്ടാണ് നമ്മൾ ആണ്ടിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാത്തത്. പിന്നെ കുക്ക് ഹാസ് ഗിവൺ നോട്ടീസ്. ഇപ്പോൾ അവർ കുക്ക് എന്ന ഒരു മീനിങ് വരുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളൊരു കുക്ക്, അത് നമ്മുടെ കുക്കാണ്. അപ്പോൾ അവിടെ അവർ കുക്ക് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. നമ്മുടെ കുക്ക് എന്നുള്ളൊരു മീനിങ് ആണ് അപ്പോൾ അവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ കുക്കിനെ കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് അപ്പോൾ അവിടെ മീനിങ് വരുന്നത് അവർ കുക്ക് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനു മുമ്പിൽ, കുക്കിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ട. ഈ സെന്റൻസിൽ നമ്മൾ കുക്ക് ഉപയോഗിച്ചത് നമ്മുടെ കുക്ക്, അവർ കുക്ക് എന്നൊരു മീനിങ്ങിലാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ കുക്കിനെയാണ് നമ്മൾ നമ്മുടെ കുക്ക് എന്ന് പറയാം. അപ്പോൾ ഒരു സെന്റൻസിൽ കുക്ക്, നേഴ്സ് ഈ വാക്കുകളൊക്കെ ഒരു സെന്റൻസിൽ ഉപയോഗിക്കുന്നത് അവർ കുക്ക്, അവർ നേഴ്സ് എന്നൊരു മീനിങ്ങിലാണെങ്കിൽ നമ്മൾ ഈ വാക്കുകൾക്കൊപ്പം നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. അത് ശ്രദ്ധിക്കുക. അവർ കുക്ക്, അവർ നേഴ്സ് നമ്മുടെ എന്നുള്ളൊരു മീനിങ്ങിലാണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഈ വാക്കുകൾക്കൊപ്പം ഉപയോഗിക്കില്ല. ഇനി അടുത്തത്, ബിഫോർ പ്രെഡിക്കേറ്റീവ് നൗൺസ് ഡിനോട്ടിങ് എ യുണീക് പൊസിഷൻ ദാറ്റ് ഈസ് എ പൊസിഷൻ ദാറ്റ് ഈസ് നോർമലി ഹെൽഡ് അറ്റ് വൺ ടൈം ബൈ വൺ പേഴ്സൺ ഓൺലി. അതായത് പ്രെഡിക്കേറ്റീവ് നൗൺസ് എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിനെ മറ്റൊരു നൗണായിട്ട് ലിങ്കിങ് വെർബ് വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ
എങ്കിൽ ആ ലിങ്ക് ചെയ്ത നൗണിനെ നമ്മൾ പ്രെഡിക്കേറ്റീവ് നൗൺ എന്ന് പറയും. അതായത് ഒന്നുകൂടി പറയാം, ഒരു സബ്ജക്റ്റിനെ മറ്റൊരു നൗണായിട്ട് ലിങ്കിങ് വെർബ് വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ലിങ്കിങ് വെർബ് വഴി ലിങ്ക് ചെയ്ത നൗണിനെ നമ്മൾ പ്രെഡിക്കേറ്റീവ് നൗൺ എന്ന് പറയും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതിപ്പോ പ്രെഡിക്കേറ്റീവ് നൗണിന്റെ എക്സാമ്പിൾ ആണ് ഞാനിപ്പോ ഇവിടെ എഴുതുന്നത് കേട്ടോ. ഒരു ബോക്സ് വരച്ചിട്ട് ഈ സെന്റൻസിന്റെ അല്ല ഇപ്പൊ എക്സാമ്പിൾ ഞാനിപ്പോ എഴുതുന്നത്. പ്രെഡിക്കേറ്റീവ് നൗണിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ എഴുതാൻ പോണത്. രാമ ഈസ് എ ടീച്ചർ. ഈ സെന്റൻസില് രാമ എന്താണ്? സബ്ജക്റ്റ്. അപ്പോൾ ഈ സെന്റൻസില് രാമ എന്ന സബ്ജക്റ്റിനെ മറ്റൊരു നൗൺ ഏതാ? ടീച്ചർ. അപ്പോൾ ഈ സെന്റൻസില് രാമ സബ്ജക്റ്റ്, ടീച്ചർ നൗണ്. അപ്പോൾ ഈ സെന്റൻസില് രാമ എന്ന സബ്ജക്റ്റിനെ മറ്റൊരു നൗണായ ടീച്ചറിനെയും ഇത് ഈ സെന്റൻസിലത്തെ വെർബ് ഏതാ? ഈസ്. ഈസ് എന്ന ലിങ്കിങ് വെർബ് വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. രാമ എന്ന സബ്ജക്റ്റിനെയും ടീച്ചർ എന്ന മറ്റൊരു നൗണിനെയും ഈ സെന്റൻസില് ഈസ് എന്ന ഒരു ലിങ്കിങ് വെർബ് വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിങ്കിങ് വെർബ് വഴി ലിങ്ക് ചെയ്ത ആ നൗൺ ഏതാ? ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്ന നൗൺ ഏതാ? എന്താ? പ്രെഡിക്കേറ്റീവ് നൗൺ. അപ്പോൾ മറ്റൊരു നൗൺ ആയിരിക്കും പ്രെഡിക്കേറ്റീവ് നൗണ്. അപ്പോൾ ലിങ്ക് ചെയ്യണത് നൗൺ ആയിരിക്കണം. ലിങ്കിങ് വെർബ് വഴി സബ്ജക്റ്റിനെ ലിങ്കിങ് വെർബ് വഴി ലിങ്ക് ചെയ്യുന്ന വേർഡ് നൗൺ ആയിരിക്കണം. ഇനി നമുക്ക് ഇത് പഠിക്കാം. അപ്പോൾ എന്താണ് പ്രെഡിക്കേറ്റീവ് നൗൺ എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ? അപ്പോൾ പ്രെഡിക്കേറ്റീവ് നൗണ്, ഒരു പ്രെഡിക്കേറ്റീവ് നൗണ് അത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു യുണീക്ക് പൊസിഷനെ ആണെങ്കിൽ, യുണീക്ക് പൊസിഷൻ എന്ന് വെച്ചാൽ ആ ഒരു പൊസിഷനിൽ ഒരേ സമയം ഒരാളാണ് ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഉണ്ടാവുള്ളൂ. ഒരേ സമയം ഒരാളാണ് ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്രെഡിക്കേറ്റീവ് നൗണ് അത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു യുണീക്ക് പൊസിഷനെ ആണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ, ആ പ്രെഡിക്കേറ്റീവ് നൗണിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. പ്രെഡിക്കേറ്റീവ് നൗണുകൾക്ക് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കും. പക്ഷെ ഈ കണ്ടീഷൻ ശ്രദ്ധിക്കുക, ഒരു പ്രെഡിക്കേറ്റീവ് നൗൺ ഡിനോട്ട് ചെയ്യുന്നത് യുണീക്ക് പൊസിഷൻ ആയാൽ മാത്രമാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാതിരിക്കുള്ളൂ. ഓക്കെ, ഇനി എക്സാമ്പിൾ, ഹി വാസ് സെലക്ടഡ് ചെയർമാൻ ഓഫ് ദ ബോർഡ്. അപ്പോൾ ഈ സെന്റൻസില് ഹി എന്ന ഒരു സബ്ജക്റ്റിനെ ചെയർമാൻ എന്ന മറ്റൊരു നൗൺ ആയിട്ട് ലിങ്കിങ് വെർബ്, ഏതാണ് ഈ സെന്റൻസിലത്തെ വെർബ്? വാസ് ഇലക്റ്റഡ്. വാസ് ഇലക്റ്റഡ് എന്ന ഒരു ലിങ്കിങ് വെർബ് വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ലിങ്ക് ചെയ്ത നൗണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയണത്, ഇത് നൗൺ ആയിരിക്കണം. ഈ വേർഡ് നൗൺ ആയിരിക്കണം. ലിങ്കിങ് വെർബ് വഴി ലിങ്ക് ചെയ്യണ വേർഡ് നൗൺ ആയിരിക്കണം. ഇത് നൗൺ ആണ്. ചെയർമാൻ എന്നത് നൗൺ ആണ്. അപ്പോൾ എന്താണ്? പ്രെഡിക്കേറ്റീവ് നൗൺ. ഇപ്പോൾ ഈ സെന്റൻസിൽ ചെയർമാൻ എന്നത് ഒരു പ്രെഡിക്കേറ്റീവ് നൗൺ ആണ്. ലിങ്കിങ് വെർബ് വഴി ലിങ്ക് ചെയ്ത മറ്റൊരു നൗൺ ആണ് പ്രെഡിക്കേറ്റീവ് നൗൺ. അപ്പോൾ ചെയർമാൻ എന്ന ഒരു പ്രെഡിക്കേറ്റീവ് നൗൺ എന്താണ് ഡിനോട്ട് ചെയ്യണത്? ഒരു യുണീക്ക് പൊസിഷൻ ആണ്, അല്ലെ? ഒരേ സമയം ഒരാൾക്കാണ് ചെയർമാൻ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയർമാൻ എന്ന ഒരു പ്രെഡിക്കേറ്റീവ് നൗൺ ഡിനോട്ട് ചെയ്യുന്നത് ഒരു യുണീക്ക് പൊസിഷൻ ആയതുകൊണ്ട് നമ്മൾ ചെയർമാന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ശ്രദ്ധിക്കുക, ഒരു പ്രെഡിക്കേറ്റീവ് നൗൺ അത് ഡിനോട്ട് ചെയ്യുന്നത് യുണീക്ക് പൊസിഷൻ ആയാൽ മാത്രമാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാതിരിക്കുള്ളൂ. ഇനി അടുത്തത്, മിസ്റ്റർ ബാനർജി ബിക്കേം പ്രിൻസിപ്പൽ ഓഫ് ദ കോളേജ് ഇൻ 1995. ഈ സെന്റൻസിലത്തെ പ്രെഡിക്കേറ്റീവ് നൗൺ ഏതാണ്? നമുക്ക് നോക്കാം. അതായത് മിസ്റ്റർ ബാനർജി എന്ന ഒരു സബ്ജക്റ്റിനെ മറ്റൊരു നൗൺ ഏതാണ് സെന്റൻസിലത്തെ? പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ എന്ന മറ്റൊരു നൗൺ ആയിട്ട് became എന്ന ഒരു വെർബ് വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സെന്റൻസിലത്തെ പ്രെഡിക്കേറ്റീവ് നൗൺ പ്രിൻസിപ്പൽ. ഈ സെന്റൻസിലെ പ്രെഡിക്കേറ്റീവ് നൗൺ ആയ
പ്രിൻസിപ്പൾ ഒരു യൂണിക് പൊസിഷനെയല്ല ഡിനോട്ട് ചെയ്യണത്. ഒരേ സമയം ഒരാളാണ് പ്രിൻസിപ്പളായി ഇരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രിൻസിപ്പളിന് മുമ്പിൽ ഒരു യൂണിക് പൊസിഷൻ ആണ് പ്രെഡിക്കേറ്റ് നൗൺ ഈ സെന്റൻസിൽ ഡിനോട്ട് ചെയ്യണത്. അതുകൊണ്ട് നമ്മൾ ഈ സെന്റൻസിൽ പ്രിൻസിപ്പൾ എന്ന പ്രെഡിക്കേറ്റ് നൗണിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇനി അടുത്തത്, ഇൻ സർട്ടൻ ഫ്രേസസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ട്രാൻസിറ്റീവ് വെർബ് followed by its object. ഇപ്പോൾ ഒരു ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് ഒരു ഒബ്ജക്റ്റ് വരാമെങ്കിൽ സർട്ടൻ ഫ്രേസസുകളിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാതിരിക്കില്ല. ചില ഫ്രേസുകളിൽ മാത്രമാണ് ഇങ്ങനെയുള്ളത്. എക്സാമ്പിൾ, ടു ക്യാച്ച് ഫയർ. ഈ ഒരു ഫ്രേസിൽ ടു ക്യാച്ച് എന്നത്, അപ്പോൾ ഈ ഫ്രേസിൽ ടു ക്യാച്ച് എന്നത് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. അപ്പോൾ ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് ഫയർ എന്ന ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രേസിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിച്ചില്ല. ഇനി അടുത്തത് ടു ടേക്ക് ബ്രെത്ത്. ഈ ഫ്രേസിൽ ടു ടേക്ക് എന്നുള്ളത് ട്രാൻസിറ്റീവ് വെർബാണ്. ടു ടേക്ക് എന്നുള്ള ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് ബ്രെത്ത് എന്നുള്ളൊരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫ്രേസിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചില്ല. സർട്ടൻ ഫ്രേസസുകളിലാണ് ഇങ്ങനെ വരിക, എല്ലാ ഫ്രേസുകളിലും വരില്ല. പിന്നെ ടു ഗേവ്, ഈ ഫ്രേസിൽ ടു ഗേവ് എന്ന ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് ബാറ്റിൽ എന്ന ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചില്ല. പിന്നെ ഈ ഫ്രേസിൽ ടു കാസ്റ്റ് എന്ന ഒരു ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് ആങ്കർ എന്ന ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. അടുത്തത് ടു സെൻഡ് വേർഡ്. ടു സെൻഡ് എന്ന ഒരു ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് വേർഡ് എന്ന ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത് ഈ ഫ്രേസിൽ. അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ടു ബ്രിങ് വേർഡ്. ടു ബ്രിങ് എന്നുള്ള ഒരു ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് വേർഡ് എന്ന ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രേസിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇനി അടുത്തത് ടു ഗീവ് ഇയർ. ടു ഗീവ് എന്ന ഒരു ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് ഇയർ എന്ന ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫ്രേസിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇനി അടുത്തത് ടു ലേ സേജ്. ടു ലേ എന്നൊരു ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് സേജ് എന്നൊരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രേസിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. അടുത്തത് ടു സെറ്റ് സെയിൽ. ടു സെറ്റ് എന്ന ഒരു ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് സെയിൽ എന്ന ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രേസിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇനി അടുത്തത് ടു ലൂസ് ഹാർട്ട്. ടു ലൂസ് എന്ന ഒരു ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് ഹാർട്ട് എന്ന ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രേസിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇനി നിങ്ങൾക്കറിയാമല്ലോ ഏതാണ് ട്രാൻസിറ്റീവ് വെർബ് ഏതാണ് ഒബ്ജക്റ്റ് എന്ന്. അതുകൊണ്ട് ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. അത് ഞാൻ ജസ്റ്റ് റീഡ് ചെയ്ത് പോകണുള്ളൂ. ദ ഫ്രേസ് ടു സെറ്റ് ഫുഡ്. അടുത്തത് ടു ലീവ് ഹോം. അടുത്തത് ടു സ്ട്രൈക്ക് റൂട്ട്. പിന്നെ ടു ടേക്ക് ഒഫെൻസ്. ഇനി അടുത്തത്, ഇൻ സർട്ടൻ ഫ്രേസസ് കൺസിസ്റ്റിംഗ് ഓഫ് എ പ്രിപ്പോസിഷൻ ഫോളോഡ് ബൈ ഇറ്റ്സ് ഒബ്ജക്റ്റ്. അതായത് ഒരു പ്രിപ്പോസിഷന് ശേഷമാണ് ഒരു ഒബ്ജക്റ്റ് വരാമെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ശ്രദ്ധിക്കുക, എല്ലാ ഫ്രേസസുകളിലും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. സർട്ടൻ ഫ്രേസസുകളിൽ അത് ശ്രദ്ധിക്കാം. എക്സാമ്പിൾ, അറ്റ് ഹോം. അറ്റ് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ. അപ്പോൾ അറ്റ് എന്ന പ്രിപ്പോസിഷന് ശേഷമാണ് ഹോം എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ഈ ഫ്രേസിൽ വന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇനി ഇൻ ഹാൻഡ്. ഇൻ എന്നുള്ളത് പ്രിപ്പോസിഷൻ, ഹാൻഡ് എന്നുള്ളത് ഒബ്ജക്റ്റ്. അപ്പോൾ പ്രിപ്പോസിഷന് ശേഷമാണ് ഈ ഫ്രേസിൽ ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. ഇനി അടുത്തത് ഇൻ എന്നുള്ളത് പ്രിപ്പോസിഷൻ, ഡെപ്റ്റ് എന്നുള്ളത് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു പ്രിപ്പോസിഷന് ശേഷമാണ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രേസിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. എല്ലാ ഫ്രേസസുകളിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. സർട്ടൻ ഫ്രേസസുകളിലാണ് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് ബൈ ഡേ. ബൈ എന്നുള്ളത് പ്രിപ്പോസിഷൻ. ബൈ എന്ന പ്രിപ്പോസിഷന് ശേഷമാണ് ഡേ എന്നുള്ളൊരു ഒബ്ജക്റ്റ് വന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല ഈ ഫ്രേസിൽ. അടുത്തത് ബൈ നൈറ്റ്. അടുത്തത് ബൈ എന്ന പ്രിപ്പോസിഷന് ശേഷമാണ് നൈറ്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല ഈ ഫ്രേസിൽ. അടുത്തത് അറ്റ് ഡേ ബ്രേക്ക്. അറ്റ് എന്നുള്ള പ്രിപ്പോസിഷന് ശേഷമാണ്
ഡേ ബ്രേക്ക് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല ഈ ഒരു ഫ്രേസിൽ. അടുത്തത് അറ്റ് സൺറൈസ്. അറ്റ് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ, സൺറൈസ് എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രേസിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. അടുത്തത് അറ്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റിന് ശേഷം, അറ്റ് എന്നുള്ള ഒരു പ്രിപ്പോസിഷന് ശേഷമാണ് നൂൺ എന്നുള്ള ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല ഈ ഫ്രേസിൽ. ഇനി നിങ്ങൾക്ക് അറിയാലോ ഏതാണ് പ്രിപ്പോസിഷൻ ഏതാണ് ഒബ്ജക്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഈ ഫ്രേസുകൾ വായിക്കണുള്ളൂ. അറ്റ് സൺസെറ്റ്, അറ്റ് നൈറ്റ്, അറ്റ് ആങ്കർ, അറ്റ് സൈറ്റ്, ഓൺ ഡിമാൻഡ്, അറ്റ് ഇൻട്രസ്റ്റ്, ഓൺ എർത്ത്. അടുത്തത് ബൈ ലാൻഡ്. By water, by river, by train, by name, by steamer, on horseback, on foot. ഇത് ഞാൻ നേരത്തെ പഠിപ്പിച്ചതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഞാൻ കുറച്ചും കൂടി എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഫ്രേസുകളിലൊക്കെ പ്രിപ്പോസിഷന് ശേഷമാണ് ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫ്രേസുകളിൽ നമ്മൾ ഫ്രേസുകൾക്ക് മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാത്തത്. സർട്ടൈൻ ഫ്രേസുകളിലാണ് ഇങ്ങനെ വരുള്ളൂ, എല്ലാ ഫ്രേസുകളിലും ഇങ്ങനെ വരില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഏതാണ് പ്രിപ്പോസിഷൻ ഏതാണ് ഒബ്ജക്റ്റ് എന്ന്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോണുള്ളൂ. അപ്പോൾ ഓൺ ഡെക്ക്, ഇൻ ജസ്റ്റ്, അറ്റ് ഡിന്നർ, at ease, underground. അണ്ടർ എന്നത് പ്രിപ്പോസിഷൻ, ഗ്രൗണ്ട് എന്നത് ഒബ്ജക്റ്റ്. അപ്പോൾ അണ്ടർ എന്ന പ്രിപ്പോസിഷന് ശേഷമാണ് ഈ ഫ്രേസിൽ ഗ്രൗണ്ട് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രേസിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചില്ല. എബവ് ഗ്രൗണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഈ വാവാച്ചു ലേണിംഗ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നേരെ ഒരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി അമർത്തിയാലേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതുമാത്രമല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്